ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 സെപ്റ്റംബർ മാസഫലം കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്കും കന്നി ലഗ്നം വന്നിട്ടുള്ളവർക്കും എങ്ങനെയായിരിക്കും സെപ്റ്റംബർ മാസം എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ കന്നിക്കൂറ് കന്നി ലഗ്നം എന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ആ ബുധൻ സെപ്റ്റംബർ 7-ന് ജന്മരാശിയിലേക്ക്, അതായത് ജന്മരാശി ബുധൻ്റെ ഉച്ചരാശിയാണ്, ആ ഉച്ചരാശിയിലേക്ക് ആ ബുധൻ ജന്മരാശിയിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. സൂര്യൻ സെപ്റ്റംബർ 17-ന് ജന്മരാശിയിലേക്ക് രാശി മാറുന്നു. ചൊവ്വ സെപ്റ്റംബർ 18-ന് 10-ൽ നിന്നും 11-ലേക്ക് രാശി മാറുന്നു. ഗുരു 11-ല് ഉച്ചസ്ഥിതനാണ്. ശുക്രനാണെങ്കിൽ സെപ്റ്റംബർ 2-ന് 2-ാം ഭാവരാശിയിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നു. ശനി 7-ല് വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 6-ലും കേതു 12-ലും സ്ഥിതി തുടരുന്നു. അതായത് ശുക്രൻ, ബുധൻ, സൂര്യൻ, കുജൻ, ഈ 4 ഗ്രഹങ്ങൾക്കാണ് പ്രധാനമായിട്ടും സെപ്റ്റംബർ മാസത്തിലെ രാശിമാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി പൊതുവെ ആദ്യവാരം ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. കാരണം ജന്മലഗ്ന രാശ്യാധിപൻ 12-ലാണ് നിൽക്കുന്നത്. സെപ്റ്റംബർ 7 ആവുമ്പോൾ ആ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ ഉച്ചരാശിയിലേക്ക് വരുന്നു. അപ്പോൾ ബുധൻ ജന്മരാശിയിലേക്ക് വരുന്നു. അത് ആദ്യവാരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആരോഗ്യസ്ഥിതി, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് സഡനായിട്ടുള്ള റിക്കവറി വരും. അവരുടെ ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ ഉയരും. പൊതുവെ ശാരീരികമായിട്ട് ഒരു ഊർജം, ബലമൊക്കെ കൂടാവുന്ന സമയമാണ്. അതുപോലെ 6-ലെ രാഹു എന്ന് പറയുമ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവയിൽ നിന്ന് റിലീഫ് സാധ്യമാകുന്ന സമയമാണ്. ആദ്യപാതി 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 12-ൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അത് വിപരീത രാജയോഗമാണ്. അപ്പം അതും നമുക്ക് രോഗപ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് ഒരു റിക്കവറിക്ക് സാധ്യത കാണിക്കുന്നുണ്ട്. എങ്കിലും ചിലരെ സംബന്ധിച്ചിടത്തോളം അവിടെ സൂര്യനും കേതുവൊക്കെ യോഗം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരു സ്ലീപ്പിംഗ് പ്രോബ്ലം, സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസ് ഒക്കെ ചിലപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 4-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, 4-ൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് എന്നുള്ളത് കൊണ്ട് ചെറിയ മാനസികമായിട്ട് ഒരു പിരിമുറുക്കമൊക്കെ ചിലപ്പോൾ ഈ കൂറുകൾക്ക്, ശാരീരികമായിട്ടല്ല മാനസികമായിട്ടൊരു പിരിമുറുക്കമൊക്കെ അനുഭവപ്പെടാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്പിരിച്വൽ ഫോക്കസിലൂടെ അവയ്ക്ക് ഒരു കൺട്രോള് നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. ഇനി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ൽ ചൊവ്വ ആദ്യ പകുതി ഉണ്ട് 17 വരെ. അതിനുശേഷം ആ ചൊവ്വ 11-ലേക്ക് മാറുന്നു. 10-ൽ ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ പൊതുവെ ദിഗ്ബലമുള്ള സമയമാണ്. 10-ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധനാണെങ്കിൽ സെപ്റ്റംബർ 7-ന് ജന്മരാശിയിലേക്ക് തന്നെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ആദ്യവാരം കഴിയുമ്പം തന്നെ തൊഴിലിൽ സഡനായിട്ടുള്ള മാറ്റം, ഉയർച്ച പ്രതീക്ഷിക്കാം. തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് തരണം ചെയ്യാനുള്ള ഒരു പ്രാപ്തി, ഒരു കഴിവൊക്കെ ഉണ്ടാകും. തൊഴിലിടത്ത് ഉത്തരവാദിത്വമൊക്കെ കൂടും. അതുപോലെ പ്രത്യേകിച്ച് നിയമം, അതുപോലെ ഡിഫൻസ്, പോലീസ്, അതുപോലെ അനലിറ്റിക്സ്, ടെക്നിക്കൽ, മെഡിക്കൽ, റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ, അതുപോലെ നമ്മുടെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ തന്നെ ഗുണാനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് 8-ാം ഭാവാധിപനാണ് ആ 10-ൽ നിൽക്കുന്നത്. അപ്പം പൊതുവേ നമുക്ക് തൊഴിലിടത്ത് പ്രാക്ടിക്കൽ സ്കില്ലൊക്കെ കൂടുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ശക്തമാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെസ്റ്റിൽ, ഇൻ്റർവ്യൂകളിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിയും. തൊഴിൽ ലഭിക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ്.
വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവർ ഈ കൺവെൻഷണൽ ആയിട്ടുള്ള കരിയർ സ്റ്റാറ്റസ് അതുപോലെ തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ അംഗീകാരം ഇവയ്ക്കൊന്നും ഒരു താല്പര്യം കൊടുക്കാൻ സാധ്യത കാണുന്നില്ല. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി ഉള്ള ഒരു പ്രവർത്തനമായിരിക്കും ഈ കൂറുകാരുടെ ഭാഗത്ത് കൂടുതലും കാണുന്നത്. ധർമ്മപ്രവർത്തനത്തിലൂടെ തൊഴിലിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരകൻ ബുധനാണ്. ആ ബിസിനസ്സുകാരകൻ ജന്മലഗ്ന രാശിയിൽ ബലവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബിസിനസ് കാര്യങ്ങളിൽ വളരെ ഫോക്കസ് കൂടും. മാത്രമല്ല 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 11-ൽ ഉച്ചസ്ഥിതനായി നിൽക്കുകയാണ്. 7ലേക്ക് ആ ഗുരുവിൻ്റെ ഉച്ചദൃഷ്ടിയുണ്ട്. അപ്പോൾ 7ൽ ശനി ഉണ്ടെങ്കിലും ശനി വക്രസ്ഥിതനാണ്. അപ്പോൾ 7ലെ ശനി വക്രസ്ഥിതനായിട്ട് വരുന്നു എങ്കിലും ആ 7ാം ഭാവത്തിലേക്ക് 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ഉച്ചസ്ഥാനത്ത് നിന്നുള്ള ദൃഷ്ടി വളരെ ഗുണം ചെയ്യും. അപ്പോൾ ബിസിനസ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി ബിസിനസ്സിലെ പോരായ്മകൾ പരിഹരിച്ച് പോകുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് വഴി വരുമാനം ലാഭനേട്ടമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ബിസിനസ് പ്ലാന് തന്ത്രങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് അനുകൂല സമയമാണ്. പൊതുവെ നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും 7ലെ ആ വക്രശനി സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് ഈ സെപ്റ്റംബർ 7 മുതൽ. ഇപ്പോൾ 5ലാണെങ്കിൽ ചൊവ്വയുടെയൊക്കെ ഉച്ചദൃഷ്ടിയുള്ള സമയമാണ്. ഗുരുവും 5ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പം 5ാം ഭാവാധിപൻ ശനിയാണെങ്കിൽ 7ൽ വക്രത്തിലാണ്. ഇപ്പം പഠന നിലവാരം അവലോകനം ചെയ്ത് പഠനത്തിൽ പോരായ്മകൾ കറക്റ്റ് ചെയ്തു പോകുന്ന സമയം എന്ന് പറയാം. പഠനത്തിൽ ഫോക്കസ് കൂടും. ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്, ഉച്ചസ്ഥിതനാണ്. വിദ്യാകാരകനും ഉച്ചസ്ഥിതനാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പഠിതാക്കൾക്ക് അവരുടെ ടാലൻറ്റ് മെമ്മറി പവറൊക്കെ കൂടുന്ന സമയമാണ്. പരീക്ഷകളിലൊക്കെ മികവ് പുലർത്താൻ കഴിയും. കാമ്പറ്റേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കും. ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 2ൽ തന്നെ സ്വക്ഷേത്ര ബലവാനായിട്ട് വരികയാണ് സെപ്റ്റംബർ 2 മുതൽ. 11ൽ ധനകാരകനായിട്ടുള്ള ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2 ശുഭഗ്രഹങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. സാമ്പത്തികമായിട്ട് ഉയർച്ചയുടെ സമയമെന്ന് പറയാം. ധനഭാഗ്യത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സമ്പാദ്യം വർദ്ധിക്കുക, ബാങ്ക് ബാലൻസ് കൂടുന്നതിനൊക്കെ അനുകൂല സമയമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മുൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലെയുള്ള എന്തെങ്കിലും ഇൻഷുറൻസ് വഴിയോ ഇൻഹെറിറ്റൻസ് വഴിയോ ലോട്ടറി വഴിയോ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. ആതുര സേവനങ്ങളിലും ആത്മീയ കാര്യങ്ങളിലുമൊക്കെ നമ്മൾ ചിലപ്പോൾ ഫോക്കസ് കൂടാവുന്ന സമയമാണ്. അതുപോലെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ അഷ്ടമഭാവാധിപനായിട്ടുള്ള ചൊവ്വ 11ലേക്ക് വരികയാണ്. അത് ചിലപ്പോൾ ഈ 8ാം ഭാവാധിപൻ 11ലേക്കൊക്കെ വരുമ്പോൾ ധനസ്ഥിതിയിൽ ചെറിയൊരു ഫ്ലക്ച്വേഷനൊക്കെ ഇവിടെ ഉണ്ടാക്കിയെന്ന് വരാം. അവിടെ ഒരു കെയറും എടുത്ത് പോവുക. പൊതുവേ നമുക്ക് ആത്മീയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുക. അങ്ങനെയൊക്കെ ധ്യാനത്തിലൊക്കെ ഏർപ്പെട്ടു പോവുക. അതുപോലെ ദൂരയാത്രകൾക്കായിട്ട് ചിലപ്പോൾ പണച്ചെലവ് കൂടാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതൊക്കെ നമുക്ക് നിയന്ത്രിക്കുന്നതിന് പൊതുവേ നമുക്ക് ഈ ധനസ്ഥിതിയിലെ ഫ്ലക്ച്വേഷൻ ഒഴിവാക്കുന്നതിനൊക്കെ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. ഇനി വിവാഹം ദാമ്പത്യ ബന്ധം എങ്ങനെയെന്ന് നോക്കാം. കുടുംബജീവിതം. അപ്പോൾ 7ാം ഭാവാധിപൻ ഗുരു 11ൽ ഉച്ചസ്ഥിതനാണ്. 7ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഇപ്പോൾ 7ൽ ശനി നിൽക്കുകയാണ്. എങ്കിലും ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അവിടെ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി വരികയാണ്. അപ്പം വിവാഹം ആലോചിക്കുന്നവർക്ക് 7ലെ ശനിയുടെ സ്ഥിതി കൊണ്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. 7ലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്താനൊക്കെ കഴിയുന്ന സമയമാണ്. ചിലർക്ക് ബന്ധുക്കളിൽ നിന്ന് തന്നെ ചിലപ്പോൾ വിവാഹ ആലോചനകൾ, ചിലപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ ഒരു ആലോചന വന്നെങ്കിലും അത് ചിലപ്പോൾ അത് ഫലവത്തായി കാണില്ല. അപ്പോൾ വീണ്ടും അത്തരത്തിൽ ഒരാലോചന വന്നുകൂടാന്നില്ല. ബന്ധുക്കളിൽ നിന്നൊക്കെ ആലോചനകൾ വരാനും സാധ്യതയുണ്ട്.
5-ാം ഭാവാധിപനായിട്ടുള്ള ശനി ആണ് 7 വക്രത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ 5 ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്, 5 ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ പ്രണയബന്ധം ചിലപ്പോൾ വിവാഹത്തിലൊക്കെ എത്തിപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പ്രണയബന്ധം വിവാഹത്തിൽ എത്തിപ്പെട്ടാൽ ഉണ്ടാകാവുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ അവലോകനം ചെയ്യുന്ന ഒരു സമയം കൂടെയാണ് എന്ന് പറയാം. ചിലർക്ക് പ്രണയബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായെന്നും വരാം. അപ്പം അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോവുക. കാരണം 5 നോക്കുന്ന ചൊവ്വ എന്ന് പറയുന്നത് അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു കെയർ കൊടുക്കുക. ഇനി മാരിറ്റൽ റിലേഷൻഷിപ്പ് പൊതുവെ സന്തോഷകരമാകും. കാരണം 7-ാം ഭാവാധിപൻ 7 ദൃഷ്ടി ചെയ്യുന്നു, 7 നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 7-ാം ഭാവ സംബന്ധമായ കാര്യങ്ങൾക്ക് വളരെ ഫേവറബിളായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ചിലപ്പോൾ ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്, അതുപോലെ ഷോപ്പിങ്ങിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യൻ്റെ ദൃഷ്ടി 7 വരുന്നുണ്ട്. അത് ചിലപ്പോൾ അവിടെ 7 വക്രശനിയുണ്ട്, 7 ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. എങ്കിൽ തന്നെയും സൂര്യൻ്റെ ദൃഷ്ടിയും ശനിയുടെ സ്ഥിതിയൊക്കെ 7 സ്ഥിതി ആയതുകൊണ്ട് അവസാനത്തെ പകുതി ചിലപ്പോൾ ഒരു ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ദമ്പതികളുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് കെയർ കൊടുത്ത് പോവുക. ഇനി കുടുംബജീവിതം പൊതുവെ സന്തോഷകരമാകും. കാരണം 2-ാം ഭാവാധിപനായ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ശുക്രനാണെങ്കിൽ ഭാഗ്യഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 4-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 11 ഉച്ചനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ ഉണ്ടാകാൻ അനുകൂല സമയമാണ്, അതിനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ സുഖസൗകര്യങ്ങളൊക്കെ വിപുലപ്പെടുത്തുന്നതിന് സാധ്യതയുണ്ട്. അതേസമയം 4 ശനിയുടെ ദൃഷ്ടിയുണ്ട്, 4 ആദ്യ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട് ആദ്യ പകുതി. അപ്പോൾ അത് കുടുംബത്തിൽ ചിലപ്പോൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് വരാം. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കുടുംബത്തിൽ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് കുറയുന്നതിന് ഇടയാക്കും. അപ്പോൾ അവിടെ ഒന്ന് കെയർ കൊടുത്ത് പോവുക. സെപ്റ്റംബർ 1, 2, അതുപോലെ 10, 11, 24, 25, 29, 30 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക. അതുപോലെ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും കഴിവതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് കന്നി കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള പൊതുഫലങ്ങളാണ്. ഇപ്പോൾ കന്നിക്കൂറും കന്നി ലഗ്നവും, അപ്പോൾ കന്നിക്കൂറിൽ ചിലർക്ക് മാത്രമേ കന്നി ലഗ്നം വരികയുള്ളൂ. അപ്പോൾ കന്നി ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ ഈ കൂറുകാർക്ക് വരാം. അപ്പോൾ കന്നിക്കൂറുകാർക്ക് കന്നി ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശിയാണ് വന്നിട്ടുള്ളതെങ്കിൽ അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കാണണം. ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് കേൾക്കുക. അങ്ങനെ കമ്പൈൻ ചെയ്ത് കേട്ടാലേ സെപ്റ്റംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയാണ്. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അവർ ജനിക്കുമ്പോഴുണ്ടാകുന്ന ജാതകത്തിലെ ഗ്രഹസ്ഥിതിയാണ്, ഇപ്പോൾ നടക്കുന്ന ദശകൾ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ദശ അപകാരം ഛിദ്രം അത് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ വലിയ മാറ്റങ്ങൾ വരും. അത് നമുക്ക് ജാതക ചിന്തയിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.